ഞാൻ വിട്ടുപോകുന്ന മുമ്പ് വേറെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. അവർ എന്തെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിക്കും, വിദ്രോഹിക്കും, പേരിപ്പിക്കും, threaten them. അപ്പോൾ ആൾക്കാർ പേരിച്ച് മിണ്ടാതിരുന്നിട്ട് പോവും. സുധാമണി അമ്മ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കടൽ സുധാമണി എന്നറിയപ്പെടുന്ന നമ്മുടെ മാതാ അമൃതാനന്ദമയ്യെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒന്നും മടിക്കും. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും ചിലപ്പോൾ ഈ അമ്മയെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സഹായങ്ങൾ കൈപ്പറ്റിയവരോ ആവാം എന്നുള്ളത് കൊണ്ട് ആരും തന്നെ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യാറില്ല. ഒരുവിധ അവരെക്കുറിച്ച് പുറത്ത് കാര്യങ്ങൾ വന്ന് പറഞ്ഞ ആരും തന്നെ ഒന്നുകിൽ ഒരു കേസിൽ അകപ്പെട്ടിട്ട് ജയിലിൽ അകപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്നത് ഒരു പതിവാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സർക്കാരോ അവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മസിൽ പവർ, മണി പവർ, അതുപോലെ തന്നെ പൊളിറ്റിക്സ് പവർ, ഇതെല്ലാം തന്നെ അടങ്ങിയതാണ് നമ്മുടെ മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾരൂപം. ഒന്നാമതായിട്ട് ഞാൻ അവർക്കെതിരാണ്. കാരണം ഒരു വ്യക്തി ആരാധന എന്ന് പറയുന്നതിന് ഞാൻ എപ്പോഴും എതിരാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ഒരിക്കലും ദൈവമാകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മുടെ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അവർക്കും ഒരു സൂക്കേട് വന്നാൽ അവർ ഓടിപ്പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ തീർച്ചയായിട്ടും ഒരുപാട് പാവപ്പെട്ടവർക്ക് ചില നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ നമുക്ക് അവരോട് സ്നേഹവുമുണ്ട്. പക്ഷേ അവിടെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം തീർച്ചയായിട്ടും നമ്മൾ ഈ രാജ്യത്തോട് അല്ലെങ്കിൽ ഈ നാട്ടുകാരോട് തീർച്ചയായിട്ടും തുറന്നു പറയുക തന്നെ വേണം. എന്ത് വന്നാലും നമ്മളത് പറയുകയും ചെയ്യും. കാരണം ആദ്യം ഇവർ കേരളത്തിൻ്റെ അമ്മയായി, പിന്നെ ഇന്ത്യയുടെ അമ്മയായി, ഇപ്പം ലോകത്തുള്ള എല്ലാവരുടെയും അമ്മയായി, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരു മഠമായിട്ട് ഇപ്പോൾ മാതാ അമൃതാനന്ദമയിയുടെ മഠം മാറിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ അന്തേവാസി മഠത്തിൽ നിന്നും പുറത്തു വന്ന നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഈ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മക്കെതിരെ എല്ലാം കേസുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര ദിവസം അദ്ദേഹം ജീവിച്ചിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ അവിടെ നിന്നൊരു വിദേശ വനിത പുറത്ത് ചാടിയതിന് ശേഷം ഇവിടെ ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ അമ്മയുടെ നമ്മൾ കേട്ടതാണ്. ആ വനിതയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് നടത്തിയ പഴയ ഇൻ്റർവ്യൂവിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി കണക്ട് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്ന് പറയുന്നത് നമുക്കത് കേൾക്കാം. 25 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥന് നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെയോ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്രമാത്രം എല്ലാ പൗരനും
തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ലോകത്തിന് ഒരു മാതൃക? ആരോടാണ് ജനങ്ങൾ പറയുക? വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത്. 600ഓളം അന്തേവാസികളുടെ പേരിലായിട്ട് ഏകദേശം 300ഓളം കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് പല ബാങ്കുകളിലായിട്ട് അമ്മ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് മാത്രം പണം നിങ്ങൾ ആലോചിക്കണം. ഇന്ന് കേരളത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവർക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഫണ്ടുകൾ വരുന്നത് എന്നൊക്കെ നാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഒരു ചെറുവിരൽ പോലും അനക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളും ഒരു വാർത്തയും പുറത്തുവിടുകയില്ല. കാരണം അവർക്കും കിട്ടുന്നത് പരസ്യത്തിൻ്റെ ഇനത്തിലായാലും മറ്റിനത്തിലായാലും വലിയ ഒരു ഭീമൻ സംഖ്യ തന്നെ മാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ ഈ മഠം കാണിക്കുന്ന ശുഷ്കാന്തി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആ മഠത്തിലുള്ള മരിച്ച അവിടുത്തെ അന്തേവാസികളുടെ കുടുംബക്കാർക്ക് ഒരു 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അമ്മയുമായി തർക്കമുണ്ടായതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമ്മ തയ്യാറായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്രമാത്രം ആയുസ് ബാക്കിയുണ്ട് എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുത്തി അകത്താക്കുകയോ അല്ലെങ്കിൽ മരിച്ചെന്ന് കേൾക്കുകയോ ആണ് പതിവ്. തീർച്ചയായിട്ടും ഇനി നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറയും, നമുക്കൊന്നുകൂടി കേൾക്കാം. ഞാൻ പ്രസിൽ ഒരു ഉത്തരവാദിത്വം വഹിച്ചിട്ടില്ല. പ്രസിലാണ് ഞാൻ 24 വർഷം സേവനം ചെയ്തത്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്ന കാര്യമോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെ 600 ബെമയാരിനികളുടെ പേരിലും ആശ്രമം ഡിപ്പോസിറ്റ് ചെയ്തത് ഞങ്ങൾ ഓരോ സ്ഥലത്തും ജോലിക്കാരായി നിശ്ചയിച്ചിട്ടാണ്. ഞാൻ പ്രസിലാണ് സേവനം ചെയ്തതെങ്കിലും 2019 എന്നെ ആശ്രമത്തിലെ വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തുള്ള ഫാർമസിയിലെ സൂപ്പർവൈസറാണ്, നിങ്ങൾക്ക് ശമ്പളം 60,000 നിങ്ങളുടെ കീഴിൽ 6 പേരുണ്ട്, അവരുടെ പേരും ഒരു കടലാസിൽ എഴുതി തന്നിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം വന്നാൽ ഇങ്ങനെ പറയണമെന്ന് എന്നോട് ആശ്രമത്തിൽ പറഞ്ഞിരുന്നു. ഇത് എന്നോട് മാത്രമല്ല, ഞങ്ങളെ 4 പേരെ വിളിച്ചിട്ടാണ് ആശ്രമത്തിലെ അധികൃതർ ഓരോരാളെയും പറഞ്ഞത്. ഓരോരാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്ന് ഇത്ര ശമ്പളമാണ് എന്ന് പറയണം, എല്ലാവരോടും പറഞ്ഞിട്ട്. ഇത് 2019 പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യം അറിയാതെ ആരെങ്കിലും തരുന്ന പോസ്റ്റുകൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം സത്യമാണ് ജയിക്കാൻ പോകുന്നത്, അതൊന്നും ഒരിക്കലും ജയിക്കില്ല. സത്യം തന്നെ പറയാം. ധൈര്യമുള്ളവർ അവിടുത്തെ അധികാരപ്പെട്ടവർ വന്ന് പറയട്ടെ, അപ്പോൾ ഞാൻ മറുപടി വ്യക്തമായിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോരാളെയും ഓരോ തലത്ത് ജോലിക്ക് കാണിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതായി ഞങ്ങളുടെ അടുത്ത് ബ്ലാങ്ക് ചെക്ക് ഒപ്പ് വാങ്ങിച്ച് ആശ്രമം തന്നെ ആ പണം എടുക്കാറാണ്. അങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തത്. ഇത് ഗവൺമെന്റിനെ വഞ്ചിക്കാൻ, ടാക്സ് വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. ആധികാരികമായ തെളിവെന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് 24 വർഷം അദ്ദേഹം ഈ അമ്മയുടെ കൂടെ പ്രസ്സിലാണ് വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. 2019 തീർച്ചയായിട്ടും അവിടെയുള്ള ജീവനക്കാർ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഫാർമസിയിലെ സൂപ്പർവൈസർ ആണെന്ന് പറയണമെന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡും ഐഡൻറ്റി കാർഡും എല്ലാം അവർ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ടിട്ട് അങ്ങ് വാങ്ങിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് ഇവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവരുടെ പേരിൽ നിക്ഷേപിക്കുന്നത്. ആര് ചോദിച്ചാലും നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ സാലറി 60,000 രൂപയാണെന്ന് പറയണമെന്ന് കൂടി അദ്ദേഹത്തെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇത്തരത്തിലാണ് അവർ തട്ടിപ്പ് നടത്തുന്നത്. കാരണം ഗവൺമെൻറ്റിന് കിട്ടേണ്ട വലിയ ഒരു ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട സാധു മനുഷ്യരുടെ അക്കൗണ്ടിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് വലിയൊരു സംഖ്യ നിക്ഷേപിക്കുന്നു. അതിനുശേഷം അവരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് പിരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൻ്റെ തലേന്നോ ഒരാഴ്ച മുന്നെയോ അവർ പോലും അറിയാതെ ആ ചെക്ക് ഉപയോഗിച്ചിട്ട് ആ പണം പിൻവലിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അക്കൗണ്ടിലും ഭീമൻ തുകയായ 1 കോടിയോളം രൂപ അവർ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കി തിരിച്ച് അദ്ദേഹം വീട്ടിലെത്തുന്ന മുറയ്ക്ക് നോക്കുമ്പോൾ ആ അക്കൗണ്ടിൽ 1 രൂപ പോലും കാണാനില്ല. ബാങ്കും അതുപോലെ തന്നെ അവരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ബാക്കി കാര്യം അദ്ദേഹം പറയും, നമുക്കതുകൂടി കേൾക്കാം. അമ്മയ്ക്ക് ഹാർമോണിയം വായിച്ച ഒരു ബ്രഹ്മചാരി കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. ഇങ്ങനെ അധികാരവും പദവിയും ഉപയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ ജയിലിൽ കിടത്തിയിട്ടുള്ള ഒരു മഹാത്മാവിനും നമ്മുടെ ഭാരത ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ അവസാനം ഞാൻ പറഞ്ഞിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും പറയുകയാണ് 30 വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു സന്യാസി അവിടെ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം
അവർക്കെതിരെ എന്തോ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും കള്ളക്കേസിൽ കുടുക്കി ജയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹാർമോണിയം വായിക്കുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് പോയപ്പോഴും ഇതേ അവസ്ഥയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഞാനതാണ് പറഞ്ഞത്, ഇവർക്കെതിരെ ചെറുവിരൽ പോലും മനക്കുന്നത് കേരളത്തിൽ ആരായാലും തീർച്ചയായിട്ടും ഒന്നുകിൽ ജീവനോടെ ബാക്കി ഉണ്ടാവില്ല, അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മോഷണ കുറ്റമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റമോ ചുമത്തിയിട്ട് ഒരു കള്ളക്കേസ് കൊടുക്കുന്നു, അങ്ങനെ ജയിലാക്കുന്നു. അത് തന്നെയാണ് അവിടുത്തെ ഒരു പതിവ്. അത് ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിനും ഇവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവിടെ ആയിരക്കണക്കിന് അന്തേവാസികൾ താമസിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഇത്തരത്തിലൊരു ആഗ്രഹമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ അവ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എന്നുള്ള ഒരു ത്വര അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഒരു കടപ്പുറത്ത് ഒരു സാധാ കുടുംബത്തിൽ ഒരു ചെറിയ വീട്ടിൽ ജീവിച്ച് വളർന്ന വിദ്യാഭ്യാസം പോലും കുറവായ ഒരാളാണ് സുധാമണി എന്ന് പറയുന്ന നമ്മുടെ മാതാ അമൃതാനന്ദമയി. വർഷങ്ങൾ കൊണ്ടാണ് അവർ വലിയ ഒരു പണക്കാരിയായി മാറിയത്. തീർച്ചയായിട്ടും അവർ മാത്രമല്ല ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, അവരും ഇതിലുള്ള ചെറിയ ഒരു കണ്ണി മാത്രമാണ്. ദൈവം എന്ന് പറയുന്നതൊക്കെ പുറത്ത് നിങ്ങൾ കേൾക്കുന്ന ഈ പേരുകൾ മാത്രമാണ്. അകത്ത് എന്താണ് എന്ന് തീർച്ചയായിട്ടും അവരെ ജീവിച്ച ഇത്തരത്തിലുള്ള അന്തേവാസികൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തല കുനിക്കേണ്ടി വരികയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഒരു നാട്ടിൽ ആൾദൈവം എന്നൊക്കെ പറഞ്ഞ ആൾ ഇപ്പോഴും തല ഉയർത്തി, അതും പോലീസ് സെക്യൂരിറ്റിയോടൊക്കെ കൂടി ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ ആ വിദേശ വനിത അന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ അമ്മയ്ക്ക് അവിടുത്തെ അന്തേവാസികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്നും അത് എന്തുകൊണ്ട് പുറത്തു വന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, അമ്മ വിശ്വസിച്ചത് ഇവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ നഷ്ടപ്പെടും, അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഞാൻ തന്നെ തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തിന് അവർ വാങ്ങിക്കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധികൾ കംപ്ലീറ്റ് ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു സിസ്റ്റമാണ്. അത് തന്നെയാണ് ഈ സ്ത്രീയും അതിൽ പെട്ടുപോകുന്നത്. ഒരുപാട് വർഷം ഇവർ അവിടെ നിന്ന് അനുഭവിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് അവർക്കൊരു റിലീസിങ് കിട്ടിയത്. അവരുടെ അഭിമുഖത്തിൽ ഏതാനും ചില ഭാഗങ്ങൾ കണ്ട് നമുക്ക് ഇന്റർവ്യൂ അവസാനം. ബാലു സ്വാമി അമൃത സ്വരൂപനന്ദ. ഈ റേപ്പ് ചെയ്ത സമയത്തൊന്നും ആരോടും പരാതിപ്പെട്ടില്ലേ? പറഞ്ഞില്ല. ഇപ്പോൾ പോലും, അതായത് റേപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ എവിടെയും ലോകത്തെവിടെയും വലിയൊരു ഹീനിയസ് ക്രൈമാണ്. ഒരുപക്ഷെ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഞാൻ വിട്ടുപോകുന്ന മുമ്പ് വേറെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്. അവർ എന്തെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിക്കും, വിദ്രോഹിക്കും, ധരിപ്പിക്കും, ത്രെറ്റൻ. അപ്പോൾ ആൾക്കാർ പേടിച്ച് മിണ്ടാതിരുന്നിട്ട് പോവും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സാമ്യമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we call brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, ഇഫ് അമ്മ സെക്ഷൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമ ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. മനസ്സിലായി, കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി. ഐ ക്യാൻ സീ നൗ ഐ വാസ് എ വിക്ടിം, manipulation of my own desire to stay. I was a victim of the situation and of my own psyche, my own mind. അമ്മയുടെ കൂടെ തുടർന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം അത് സഹിച്ചു. Yes. അല്ലേ? Yes. You had to bear with that. Circumstances കൊണ്ടുവന്നു. തീർച്ചയായിട്ടും സർക്കംസ്റ്റാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. Did anybody calculate that? ഒരിക്കലും നോ, എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ജനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ കൂടെ പണം വരാൻ തുടങ്ങും.
അപ്പോൾ ആ വിദേശ വനിതയും മലയാളത്തിലാണ് പോലും സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം കേട്ട് കാണും. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പുറത്തു വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്തതും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു അർത്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ മഠത്തിൻ്റെ അകത്ത് ലൈംഗികപരമായിട്ടും അതുപോലെ തന്നെ മാനസികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും വലിയ ചൂഷണങ്ങളാണ് നടക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിൽ സത്യമുണ്ടോ? ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിന് മാത്രം എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഓരോ തെളിവുകളായിട്ട് പുറത്തേക്ക് വിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അതുമാത്രം നമുക്ക് വിശ്വസിക്കാം. അതുവരെ എന്തൊക്കെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യുകയും ചെയ്യാം. അതിന് മാത്രം ആയുസ് ഈ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാവുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇത്തരം വീഡിയോകളെല്ലാം വന്നതിന് ശേഷവും അവരെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ അമ്മയ്ക്കും അവരുടെ ഒപ്പരം പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുമുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.